ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ ദൈവമക്കളോടും ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടല്ലോ. അങ്ങയുടെ തിരുരക്തത്തിലേക്ക് ഞങ്ങളെ ബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, അവിടെയെല്ലാം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ആവസിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല വിധത്തിലുമുള്ള പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ, രോഗങ്ങളെല്ലാം യേശുവിന്റെ തിരുരക്തത്താൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ ശരീരത്തിലേക്ക് ചേർന്നുകൊണ്ട്, കർത്താവിന്റെ തിരുശരീരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സൗഖ്യത്തെ സ്വീകരിക്കുവാൻ, വിടുതൽ സ്വീകരിക്കുവാൻ, ആത്മാവിൽ പ്രബലപ്പെടുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ വചനത്തെ സ്വീകരിച്ചൊരു പുതിയ സൃഷ്ടിയാകുവാൻ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ കണ്ടവരൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ കണ്ടവരൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പരിശുദ്ധ റൂഹ നമുക്ക് നൽകിയ തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 1-ാം വാക്യം ചേർന്ന് വായിക്കാം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ, ഇല്ലയോ? പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു സന്ദേശമാണ്. സന്തുലിതമായ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ആരാധന എന്ന് പറയുന്നത്? വർഷിപ്പിംഗ്, ദൈവത്തെ ആരാധിക്കുന്ന എന്താണ്? ആക്ച്വലി കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണോ, ജൽപ്പനം പോലെ വാക്കുകൾ പറയുന്നതാണോ? അതെല്ലാം പാർട്ട് ഓഫ് വർഷിപ്പിംഗ് ആണ്, ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ വർഷിപ്പിംഗ് എന്ന് മുഴുവനായി പറയുമ്പോൾ ലിവിംഗ് വിത്ത് ജീസസ് അല്ലെങ്കിൽ ഗോഡ് എന്നാണ്, യേശുവിനൊപ്പം ജീവിക്കുക. അർത്ഥം എന്താണ്? പൗലോസ് ശ്ലീഹ പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ, വഴിയാത്രയിൽ, നിങ്ങൾ ഏത് സമയത്തും എങ്ങനെയായിരിക്കുമ്പോഴും യേശുവിനൊപ്പം ജീവിക്കുക. ഇന്നലെ വൈകുന്നേരം എല്ലാം കർത്താവ് തന്ന സന്ദേശം അതായിരുന്നല്ലോ, യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് ജീവിക്കുക, വർഷിപ്പ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ കാരാഗ്രഹം പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്ക് രക്ഷ കിട്ടുന്നു. ഹല്ലേലൂയ. അതാണ് സന്തുലിതമായ ജീവിതം എന്ന് പറയുന്നത്. നാളെയെ കുറിച്ച് ഉത്കണ്ഠ വേണ്ട എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് വീണ്ടും പറയാണ്, നാളെയെ കുറിച്ച് നിങ്ങൾ പ്രശംസിക്കുകയും അരുത്. ഇൻ ബിറ്റ്വീൻ, ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥ, അതായത് ആരാധിച്ച് ജീവിക്കുക. ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നീ യേശുവിന്റെ ശരീരത്തോട് ചേർന്ന്, പരിശുദ്ധമായ സഭയോട് ചേർന്ന് വിശുദ്ധമായി ആരാധിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ നിനക്ക് നാളെയെ കുറിച്ചുള്ള പ്രശംസ വരുന്നില്ല, നിനക്ക് നാളെയെ കുറിച്ചുള്ള ആകുലത വരുന്നില്ല. നിന്നെ കരുതുന്നവൻ, ദൈവം നിന്നോട് എന്ത് കാര്യമാണോ ആവശ്യപ്പെടുന്നത്, അതോടൊപ്പം എന്ത് ഡ്യൂട്ടിയാണോ നിന്നോട് പറയുന്നത്, അതോടൊപ്പം സഞ്ചരിപ്പാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്തുലിതമായ സുന്ദര ജീവിതത്തിലേക്ക് യേശു വിളിച്ചതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നവരെല്ലാവരെയും കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശരീരമാകുന്ന ആ അനുഭവ
അനുഭവത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പ്രബലപ്പെടുത്തട്ടെ. വിശുദ്ധിയുടെ തീരത്തെത്താൻ ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേർന്ന ഈ വിശുദ്ധ മക്കളെ, ഈ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ രക്തത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സഭയുടെ ഉന്നതമായ അഭിഷേകത്തിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. മാനസാന്തരപ്പെടട്ടെ. പാപം ഉപേക്ഷിക്കപ്പെടട്ടെ. അശുദ്ധി മാറട്ടെ. തിന്മ മാറട്ടെ. അന്ധകാരങ്ങൾ മാറട്ടെ. സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവർ ആകുലപ്പെട്ടിരിക്കുന്ന മേഖലകൾ, ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ട്. 1 2 മണിയുടെ ഈ ചെറിയ പ്രാർത്ഥനാ യോഗം, 2 വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗം. രണ്ടും ഉപയോഗിക്കുവാൻ അത്യുന്നതൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകല മക്കളോടും എല്ലാ കാലത്തും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ.